അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പൊതുപരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പർ ഡിസ്കഷനാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2018 നടന്ന തജ്വീദ് ലിസാനുൽ ഖുർആൻ പൊതുപരീക്ഷയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് 2019 തജ്വീദ് ലിസാനുൽ ഖുർആൻ ചോദ്യപേപ്പറാകുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ക്ലാസ്സിൻ്റെ രീതി എന്ന് പറയുന്നത്, ആദ്യം പരീക്ഷാ ഹാളിൽ എങ്ങനെയാണ് ചോദ്യപേപ്പർ വായിക്കുക അതുപോലെ വായിക്കും. ആ സമയത്ത് നിങ്ങൾ ഉത്തരങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ശേഷം രണ്ടാമത് ഞാൻ അതിൻ്റെ ഉത്തരങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണെങ്കിൽ അതിന് നേരെ കാണുന്ന മാർക്ക് അതിന് നൽകുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യം 1, യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ ഉത്തരങ്ങളുണ്ട്. അൽ വസ്ൽ, ഇത്ത്ഫാഖ്, അൽ ലമീർ, നീട്ടണം, ഖില എന്നിവയാണ് ബ്രാക്കറ്റിലുള്ളത്. ഇനി ചോദ്യങ്ങൾ വായിക്കാം. ആ ചോദ്യങ്ങളുടെ ഉത്തരം ആ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതണം. ഒന്നാമത്തെ ചോദ്യം ലഹുൽ മുൽക്ക് എന്നതിലെ ഹാ. രണ്ടാമത്തെ ചോദ്യം മൽക്കാരിയ എന്നതിലെ ഹംസ. മൂന്നാമത്തെ ചോദ്യം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. 4, വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. 5, വബിഹി യസ്തഅ്ജിലൂൻ എന്നതിലെ ഹാ. ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാം. ഇനി രണ്ടാമത്തെ ചോദ്യം വായിക്കാം. ശരി അടയാളപ്പെടുത്തുക. സജദയുടെ ആയത്തുകൾ 10, 14 ഏതാണ് ശരി? അത് അടയാളപ്പെടുത്തുക. ടിക്ക് ചെയ്താൽ മതി. 2, കാഫ് നിർത്തരുത്, നിർത്താമെന്ന അഭിപ്രായമുണ്ട്. ഏതാണ് ശരി? അതിന് നേരെ ടിക്ക് ചെയ്യുക. 3, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരുമിച്ച് കൂട്ടി ഖുർആൻ പകർത്തി എഴുതി. 4, ഫി അഹ്സനി തഖ്വീം ഹംസത്തുൽ വസ്ൽ, ഹംസത്തുൽ ഖത്ത്. ഫി അഹ്സനി എന്നുള്ളതിൽ ഫി എന്ന് കഴിഞ്ഞിട്ട് ആ എന്ന് കാണുന്നതല്ലോ, അത് ഹംസത്തുൽ വസ്ലാണോ ഹംസത്തുൽ ഖത്ത് ആണോ എന്ന് എടുത്തെഴുതുക. ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുമ്പോൾ ഇല്ലാത്ത ആകുന്ന ഹംസയാണ്. എന്നാൽ ഹംസത്തുൽ ഖത്തോ ചേർത്തി ഓതുമ്പോഴും ആരംഭത്തിലുമൊക്കെ ആ ഹംസ നമുക്ക് ഉച്ചാരത്തിൽ വരും. 5, ത്വ എന്ന് കണ്ടാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഖുർആൻ ഓതുമ്പോൾ ത്വ എന്ന് നമുക്ക് കാണും ആയത്തിൻ്റെ മേലെ ചെറുതായിട്ട്. അപ്പോൾ അതിന് ഉദ്ദേശം എന്താണ്? വഖഫ് ചെയ്യലാണ് നല്ലത്, ചേർത്തി ഓതലാണ് നല്ലത്. ഏതാണെന്ന് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഇനി മൂന്നാമത്തെ ചോദ്യം വായിക്കാം. അൽ ഖുർആഉൽ അശറ. ഈ ചോദ്യം ഇതിന് ഉത്തരം എഴുതേണ്ടത്, ഇത് 3 കോളങ്ങളാണ്. ഇതിൽ രണ്ടാമത്തെ കോളം ചെറിയ കോളമാണ്. മൂന്നാമത്തെ കോളത്തിൽ ഉത്തരങ്ങളുണ്ട്. അപ്പോൾ 3ാം കോളത്തിൽ നിന്ന് യോജിച്ചവയുടെ നമ്പർ 2ാം കോളത്തിൽ എഴുതണം. അൽ ഖുർആഉൽ അശറ അതിൻ്റെ ഉത്തരങ്ങൾ 3ാം കോളത്തിലുണ്ട്. ഹംസത്തുൽ കൂഫി, പൊളിഞ്ഞ വീട് പോലെ പരലോക ചിന്ത വർദ്ധിക്കും. അപ്പോൾ അതിൽ ഏതാണ് ശരിയായ ഉത്തരം? അൽ ഖുർആഉൽ അശറയുടെ ആ ഉത്തരത്തിൻ്റെ നമ്പർ 2ാം കോളത്തിൽ എഴുതുക. ഖുർആൻ പാരായണം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ചു. അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമില്ലാത്ത ഹൃദയം. ഇതിൻ്റെ ഉത്തരങ്ങൾ 3ാമത്തെ കോളത്തിലുണ്ട്. ഞാൻ വായിക്കാം. ഹംസത്തുൽ കൂഫി, പൊളിഞ്ഞ വീട് പോലെ പരലോക ചിന്ത വർദ്ധിക്കും. ഇവരുടെ ഖിറാഅത്തിനോട് യോജിക്കാത്ത ഖുർആൻ പാരായണം പാടില്ല. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. 4, പൂരിപ്പിക്കാം. സജദ വജിഹ ലില്ലസി ഡാഷ് വ ഡാഷ് വശക്ക ഡാഷ് വബസറ ഡാഷ് ബിഹൗലിഹി വ ഡാഷ് ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അവിടെ പൂരിപ്പിക്കുക, വിട്ടുപോയ ഭാഗം. ഇനി 5ാമത്തെ ചോദ്യം വായിക്കുകയാണ്. നുമയ്യിസുൽ മാലിയ വൽ മുലാരിയ മിനൽ അഫ്ആലിൽ ആത്തിയ. താഴെ മുലാരിയായ ഫീലും മാലിയായ ഫീലും തന്നിട്ടുണ്ട്.
അത് വേർതിരിച്ചെഴുതണം. അതിന് 2 കള്ളികൾ തന്നിട്ടുണ്ട്. മാലിയായ ഫീലുകൾ എഴുതാനൊരു കള്ളി, മുലാരിയായ ഫീലുകൾ എഴുതാനൊരു കള്ളി. അതിൽ വേർതിരിച്ച് എഴുതുക. യൽബസു, കാല, ദഹല, യക്തുബു, ഷരിബ, ഇർഹമു. ഈ ഫീലുകളിൽ മാലിയായ ഫീലുകൾ ഏതെല്ലാം, മുലാരിയായ ഫീലുകൾ ഏതെല്ലാം എന്ന് എടുത്തെഴുതുക. യൽബസു എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കും എന്നുള്ള അർത്ഥം. കാല പറഞ്ഞു, ദഹല പ്രവേശിച്ചു, യക്തുബു എഴുതും, ഷരിബ കുടിച്ചു, ഇർഹമു കാരുണ്യം കാണിക്കും. ഇത് മാലിയായ ഫീലാണോ മുലാരിയായ ഫീലാണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ എഴുതുക. മാലിയായ ഫീലും മുലാരിയായ ഫീലും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനുള്ളൊരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. 6ാമത്തെ ചോദ്യം വായിക്കാം. നംലവൽ ഫറാ ബിൽ മുനാസിബ്. ബ്രാക്കറ്റ് എന്ന് എടുത്തിതാണ് ഇതും. 1 ഡാഷ് അത്തിഫിലു ഫിൽ മഹദി. 2 ഡാഷ് അലാബു ഖബൽ അൽ ഫജ്ർ. 3 യജ്ലിസു അൽ വലദു അലൽ കുർസി. 4 ഡാഷ് ഹാമിദും ഫിസ്സഫിൽ ഖാമിസ്. 5 ഖാലിദും ബിദുവാമ. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യം വായിക്കാം. 7ാമത്തെ ചോദ്യം ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചോദ്യമാണ്. നഖ്താറു മാ യുനാസിബു വനക്തുബു ഫിൽ ഫറായ. 2 ഓപ്ഷനുള്ളൂ, അതിലൊന്ന് ശരിയാണ്. അതെന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ എടുത്ത് എഴുതുക. 1ാമത്തെ ചോദ്യം അത്വാലിബാനി ഡാഷ്. അതിൻ്റെ ഉത്തരം ബ്രാക്കറ്റിൽ നേരെ കൊടുത്തിട്ടുണ്ട്. എൽ അബു എൽ അബാനി. ഏതാണ് ശരി, അതെടുത്ത് എഴുതുക. 2 ഡാഷ് യക്റഉൽ ജരീദ. ഉത്തരം അൽ അബു അത്വാലിബാനി. അതിലേതാണ് ശരി, അതെടുത്ത് എഴുതുക. 3 അദ്ദാരിസാത്തു ഡാഷ് അത്തദ്രീബാത്ത്. ബ്രാക്കറ്റിൽ യക്തുബൂന യക്തുബിന. 4 ഇന്ദഹു ഡാഷ് മിളല്ലാത്ത് അർബാത്ത്. 5 അൽ ബിന്തു ഡാഷ് അദ്ദർസ ഖറഅത്ത്. ഉത്തരം അവസാനം പറയൂ. 6 അത്വാലിബൂന ഡാഷ് ഇലൽ മദ്രസ ഖറജു. 7 തഷ്റബു ഡാഷ് അൽ മാഅ ഫാത്തിമത്തു യൂസുഫ്. 8 യാ വലദാനി ഹൽ കുന്തുമാ ഡാഷ് ഫിൽ മൈദാൻ തൽ അബീന തൽ അബാനി. 9 അന ഡാഷ് ഹഫിൽത്തു ആയത്തൽ കുർസിയ. ഇത് ഉത്തരം പറഞ്ഞു പോയി. 10 നെഹ്നു ഡാഷ് അൽ ഖുർആന കുല്ലയൗം. ഇനി അവസാനത്തെ ചോദ്യം വായിക്കാം. 8 നുതർജിം. നമുക്ക് പരിഭാഷപ്പെടുത്താം. 1 അൽ മുസ്ലിമൂന യദ്ഹബൂന ഇലൽ മസ്ജിദി ലിസ്വലാത്തിൽ ഇശാ. 2 ആശ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീൻ. 3 ഹൽ ഖറഅത്തൽ ഖുർആന സബാഹൻ. ഇതെല്ലാം അതിൻ്റെ അർത്ഥം അറബി മലയാളത്തിൽ അവിടെ എഴുതുക. ഇനി നമുക്ക് നമ്മുടെ 2ാമത്തെ സെഷനായിട്ടുള്ള ഉത്തരം പറയുന്നതിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇനിയാണ് നിങ്ങൾ നൽകേണ്ടത് കേട്ടോ. ഇപ്പോൾ ഞാൻ വായിച്ച എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ അതിന് മാർക്ക് നൽകുക. ഉത്തരം പറയാൻ പോവുകയാണ്. 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലൗഹുൽ മുൽക്ക് എന്നതിലെ ഹാ ലമീറിൻ്റെ ആണ്. 2 മൽക്കാരിയ എന്നതിലെ ഹംസ വസ്ലിൻ്റെ ഹംസയാണ്. അവിടെ ചേർത്തി ഓതുമ്പം മ അൽ കാരിയ എന്ന് പറയില്ല, ചേർത്തി ഓതുമ്പോൾ മൽക്കാരിയ എന്ന് പറയാം. വസ്ലിൻ്റെ ഹംസയായോണ്ടാ. ഇനി അത് ഖത്തയിൻ്റെ ഹംസയാണെങ്കിൽ മ അൽ കാരിയ എന്ന് പറയുമായിരുന്നു. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്ത ഹംസയാണ് വസ്ലിൻ്റെ ഹംസ. 3 നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ ഇത്ബാഖാണ്. 4 വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഖില എന്നാണ് അതിൻ്റെ അടയാളം. ഖുർആൻ ഓതുമ്പോൾ ഖില എന്ന് കണ്ടാൽ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. 5
വബിഹി യസ്തഅജിലൂൻ എന്നതിലെ ഹാ അതിനെ സൂചിപ്പിക്കുന്നത് നീട്ടണം. ആ വബിഹി യസ്തഅജിലൂൻ എന്നാണ് അതുകൊണ്ട് വബിഹി യസ്തഅജിലൂൻ അല്ല, വബിഹി യസ്തഅജിലൂൻ ആ ഹാ നമ്മൾ നീട്ടണം. 2 ശരി അടയാളപ്പെടുത്തുക. സജദയുടെ ആയത്തുകൾ 14. കാഫ് എന്ന് കണ്ടാൽ നിർത്താം എന്ന അഭിപ്രായമുണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരം. 3 അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരുമിച്ച് കൂട്ടിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഖുർആൻ പകർത്തി എഴുതിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 4 ഫി അഹ്സനി തഖ്വീം ഹംസത്തുൽ വസ്ൽ അല്ല, ഹംസത്തുൽ ഖത്അ ആണ്. കാരണം ഫി അഹ്സനി എന്ന് പറയുമ്പോഴും അവിടെ ചേർത്തിയതല്ലോ. ഫി എന്നുള്ളതിന് ശേഷമുള്ള അഹ്സൻ എന്നുള്ളതിലേക്ക് ചേർത്തുമ്പോഴും അവിടെ അഹ്സൻ എന്ന് പറയുന്നുണ്ടല്ലോ. മൽക്കാരി എന്ന ഇത് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ 4-മത്തത് ഉച്ചാരണത്തിൽ ആ എന്ന് വന്നതുകൊണ്ട് ഫി അഹ്സനി തഖ്വീം എന്നുള്ളത് ഹംസത്തുൽ ഖത്അ ആണ്. ഇനി തോ സൂചിപ്പിക്കുന്നത് വഖഫ് ചെയ്യലാണ് നല്ലത്. 3-മത്തെ ചോദ്യം വായിക്കാം. യോജിപ്പിച്ചവ ചേർക്കാം. അതിൻ്റെ ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. അൽ ഖുർആഉൽ അശറ 4, അതായത് ഇവരുടെ ഖിറാഅത്തിനോട് യോജിക്കാത്ത ഖുർആൻ പാരായണം പാടില്ല. ഖുർആൻ പാരായണം 2 അതിൻ്റെ ഉത്തരം കേട്ടോ. 3 ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ 5 അതിൻ്റെ ഉത്തരം. ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ചു 1 ഉത്തരം. അല്പമെങ്കിലും ഖുർആൻ മനപ്പാഠമില്ലാത്ത ഹൃദയം 2. ഞാൻ ഉത്തരങ്ങൾ ശരിക്കും പറഞ്ഞുതരാം. അൽ ഖുർആഉൽ അശറ ഇവരുടെ ഖിറാഅത്തിനോട് യോജിക്കാത്ത ഖുർആൻ പാരായണം പാടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതിലുള്ള തന്നെ ഖുർആൻ പാരായണം പരലോക ചിന്ത വർദ്ധിപ്പിക്കും. 3 ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരാണ്. 5 ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ചു ഹംസത്തുൽ കൂഫി 1. അല്പമെങ്കിലും ഖുർആൻ മനപ്പാഠമില്ലാത്ത ഹൃദയം പൊളിഞ്ഞ വീട് പോലെ. അപ്പോൾ പൊളിഞ്ഞ വീട് പോലെ അല്പം പോലും ഖുർആൻ മനപ്പാഠമില്ലാത്തതിൻ്റെ ഹൃദയമാണ്. ഖുർആൻ പാരായണം പരലോക ചിന്ത വർദ്ധിപ്പിക്കുന്നതുമാണ്. ഇനി നമുക്ക് പൂരിപ്പിക്കാനുള്ളത് നോക്കാം. സജദ വജ്ഹി ലില്ലസി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. തിലാവത്തുൽ സുജൂദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എല്ലാവരും പഠിച്ചു വെക്കുക. ഇനി 5-മത്തെ ചോദ്യം. നുമയ്യിസുൽ മാളി വൽ മുലാരിയ മിനൽ അഫ്ആലിൽ ആത്തിയ. താഴെ തന്നിട്ടുള്ളതിൽ മാളിയായ ഫീലും മുലാരിയായ ഫീലും തമ്മിൽ വേർതിരിച്ചെഴുത. 1-മത്തെ കോളത്തിൽ എഴുതേണ്ടത് മാളിയായ ഫീലാണ്. കാല ദഖല ശരിബ. 2-മത്തെ കോളത്തിൽ എഴുതേണ്ടത് മുലാരിയായ ഫീലാണ്. എൽബസു യക്തുബു ഇർഹമു. മുലാരിയായ ഫീൽ എന്നാൽ ഇനി വരുന്ന കാലത്തെ പറ്റി പറയുന്നതാണ്. മാളിയായ ഫീൽ എന്ന് പറയുന്നത് ആ ഫീല് കഴിഞ്ഞ കാലത്തെ പറ്റി പറയുന്നതായിരിക്കും. അതായത് എൽബസു ധരിക്കും, കാല പറഞ്ഞു. അതിനർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൽബസ് എന്ന് പറയുമ്പോൾ ധരിക്കും, ധരിച്ചിട്ടില്ല, ധരിക്കും. കാല പറഞ്ഞു കഴിഞ്ഞു, അതാണ് കഴിഞ്ഞ കാലമാണ് എന്ത് മാളി. അതെങ്ങനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത്, ഈ അവസാനം ഫത്തഹിൻ്റെ മേലും അഭിനയായിരിക്കും മാളി. അപ്പോൾ നിങ്ങൾ ഏകദേശം എല്ലാ മാളിയായ ഫീലിൻ്റെയും അവസാനം നോക്കിയാൽ മതി. എൽബസു അവസാനം മുലാരി അല്ലേ, മുലാരി ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എൽബസ് എന്ന് പറയുമ്പോൾ അവസാനം ലമ്മാണല്ലോ, അപ്പോൾ ഇത് മുലാരിയായ കോളത്തിൽ എഴുതുക. കാല എന്ന് പറയുമ്പോൾ അവസാനം ഫത്തഹാണല്ലോ, അപ്പോൾ അത് മാലിയുടെ കോളത്തിൽ എഴുതുക. യക്തുബു വീണ്ടും ലമ്മാകുമ്പോൾ മുലാരീൻ്റെ കോളത്തിൽ എഴുതുക. ഷെരിബ ഫത്തഹ് വന്നു അല്ലേ, ഫത്തഹാകുമ്പോൾ എന്ത് ചെയ്യുക, മാലിയുടെ കോളത്തിൽ എഴുതുക. ഇർഹമു ലമ്മാണല്ലോ, ലമ്മാകുമ്പോൾ മുലാരിയുടെ കോളത്തിൽ എഴുതുക. ആ ട്രിക്ക് ഉപയോഗിക്കുക.
6 നംലവുൽ ഫറാബിൽ മുനാസിബ്. ആ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണ്. ഉത്തരങ്ങൾ: 1 യനാമു തിഫ്ലു ഫിൽ മഹദി, 2 ഖറജൽ അബു ഖബ്ലൽ ഫജ്ർ, 3 യജ്ലിസുൽ വലദു അലൽ കുർസി, 4 ഹലറ ഹാമിദും ഫിസ്സഫിൽ ഖാമിസ്, 5 യൽഅബു ഖാലിദും ബിദ്ദുവാമ. ഇനി ഏയാണ് പറയുന്നത് അത്വാലിബാനി യൽഅബാനി. അത്വാലിബാനി 2 വിദ്യാർത്ഥികൾ, യൽഅബാനി അവർ 2 പേരും കളിക്കുന്നു. യൽഅബു എന്ന് പറഞ്ഞാൽ ഒരാൾ കളിക്കുന്നു, യൽഅബാനി 2 ആൾ കളിക്കുന്നു. അത്വാലിബാനി പറയുമ്പോൾ 2 കുട്ടികളുണ്ടല്ലോ, അപ്പോൾ 2 കുട്ടികൾ കളിക്കുന്നു എന്ന് പറയണമെങ്കിൽ യൽഅബാനി എന്ന് തന്നെ പറയണമല്ലോ, ചിന്തിച്ചാൽ മതി. 2 അൽ അബു യഖ്റഉൽ ജരീദ. യഖ്റആനി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, യഖ്റആനി എന്ന് പറയുമ്പോഴാണ് ത്വാലിബാനി എന്ന് എഴുതുക നമ്മൾ. കാരണം യഖ്റഉ എന്ന് പറഞ്ഞാൽ ഒരാൾ വായിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരാൾ എന്നുള്ളത് എന്താ? അൽ അബു എന്നാണ്. ത്വാലിബാനിയുള്ള 2 വിദ്യാർത്ഥികളാണ്. 3 അദ്ദാരിസാത്തു യക്തുബുന തദ്രീബാത്ത്. യക്തുബൂന എന്ന് പറയുന്നത് കുറേ ആൺകുട്ടികൾ എഴുതുന്നതിനാണ് യക്തുബൂന എന്ന് പറയുന്നത്. യക്തുബുന എന്നത് കുറേ പെൺകുട്ടികൾ എഴുതുന്നതിനും പറയുന്നത് കേട്ടോ. 4 ഇൻദഹു അർബഉ മിളല്ലാത്ത്. ഇത് പാഠത്തിന് എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇൻദഹു അർബഉ മിളല്ലാത്ത്. അർബഅത്ത് എന്ന് താഴ് പാടില്ല, അർബഉ മിളല്ലാത്ത്. 5 അൽ ബിന്തു ഖറഅത് അദ്ദർസ. ബിന്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണല്ലോ, അപ്പോൾ ഖറഅ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി ഓതി, ഖറഅത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഓതി എന്നാണ്. അപ്പോൾ ഖറഅ എന്നാണ് ഇവിടെ എഴുതേണ്ടതല്ല, ഖറഅത്ത് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. കാരണം ബിന്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണല്ലോ. 6 അത്വാലിബൂന ഖറജു ഇലൽ മദ്രസ. ഖറജ എന്ന് പറഞ്ഞാൽ 2 പേർ പുറത്തു പോയിരുന്നു. ഖറജു എന്ന് പറഞ്ഞാൽ കുറേ പേര് പുറത്തു പോയി. അപ്പോൾ ഖറജു എന്നാണ് വേണ്ടത്. കാരണം എന്താണ്? കുറേ പേരുണ്ട് അല്ലേ. 7 തെഷ്റബു ഫാത്തിമ അൽ മാ. തെഷ്റബു എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി കുടിക്കുന്നതിനാണ് തെഷ്റബു എന്ന് പറയുന്നത്. ആൺകുട്ടി കുടിക്കുന്നതിന് യഷ്റബു എന്ന് പറയുക. അപ്പോൾ തെഷ്റബു എന്ന് പറഞ്ഞാൽ അത് പെൺകുട്ടി തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ യൂസുഫ് അല്ല, ഫാത്തിമയാണ്. 8 യാ വലദാനി ഹൽ കുന്തുമാ ഡാഷ് ഫിൽ മൈദാൻ. യാ വലദാനി ഹൽ കുന്തുമാ തെൽ അബാനി ഫിൽ മൈദാൻ എന്നാണ് വേണ്ടത്. തെൽ അബാനി വലദാനിയാണല്ലോ, വലദാനി എന്ന് പറഞ്ഞാൽ 2 ആൺകുട്ടികളാണല്ലോ. അപ്പോൾ തെൽ അബാനി എന്നാണ് വേണ്ടത്. കാരണം തെൽ അബീന എന്ന് പറഞ്ഞാൽ കുറേ പെൺകുട്ടികൾക്കാണ് തെൽ അബീന എന്ന് പറയുക. കുറേ പെൺകുട്ടികൾ കളിക്കുന്നതിനാണ് തെൽ അബീന എന്ന് പറയുന്നത്. 9 അന ഹഫിൽത്തു ആയത്തുൽ കുർസി. ഹഫിൽത്തു എന്നാണ് വേണ്ടത്. ഹഫിൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ മനഃപ്പാടമാക്കി. അനാറ ഞാനാണല്ലോ, അപ്പോൾ ഹഫിൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ മനഃപ്പാടമാക്കി. ഹഫിൽത്ത എന്ന് പറഞ്ഞാൽ ഫത്തഹ ആകുമ്പോൾ നീ മനഃപ്പാടമാക്കി എന്നാണ് അർത്ഥം കേട്ടോ. 10 നെഹ്നു നഖറഉൽ ഖുർആൻ കുല്ലയൗം. നഖറഉ എന്നാണ് വേണ്ടത്, അഖറഉ എന്നല്ല. അഖറഉ എന്ന് പറഞ്ഞാൽ ഞാൻ ഓതും എന്നാണ്. പക്ഷേ ഇവിടെ നെഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണല്ലോ. അപ്പോൾ ഇവിടെ നഖറഉ എന്നതിന് വേണം. കാരണം നെഹ്നു പറഞ്ഞാൽ ഞങ്ങൾ, നഖറു പറഞ്ഞാൽ ഞങ്ങൾ ഓതും. അൽ ഖുർആന കുല്ലയൗം, എല്ലാ ദിവസവും ഖുർആൻ ഓതും. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ 8 നുതർജിം പരിഭാഷപ്പെടുത്താം. 1 അൽ മുസ്ലിമൂന യദ്ഹബൂന ഇലൽ മസ്ജിദ് ലി സ്വലാത്തിൽ ഇശാ. ഇശാ നിസ്കരിക്കാൻ മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോകും. യദ്ഹബൂന പറഞ്ഞാൽ കുറേ പേര് പോകുന്നതിനാണ്. മുസ്ലിമൂന്ന് പറഞ്ഞാൽ കുറേ മുസ്ലിങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇശാ നിസ്കരിക്കാൻ മുസ്ലിമീങ്ങൾ പള്ളിയിലേക്ക് പോകും എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അർത്ഥം എഴുതുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ. ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി അശ്റ സിനീൻ. അശ്റ എന്ന് പറഞ്ഞാൽ 10 ആണല്ലോ, ആഷ എന്ന് പറഞ്ഞാൽ ജീവിച്ചു. അപ്പോൾ 10 വർഷം നബി തങ്ങൾ മദീനയിൽ ജീവിച്ചു. 3 ഹൽ ഖറഅത അൽ ഖുർആന സബാഹൻ. നീ സുബഹിക്ക് ഖുർആൻ ഓതിയോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.